അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലേക്ക് എത്തുവാൻ നാം അടുത്തിരിക്കുകയാണ്. ഈ സന്ദർഭം മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ചില മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുവാനും ആലോചിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും നാം ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. ബീവി മഹദിയ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയുടെ ഒരു വചനമുള്ളത്, ഒരു ഹദീസിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. ശഅബാനിനേക്കാൾ കൂടുതൽ സമയം നോമ്പനുഷ്ഠിക്കുന്ന ഒരു സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. ആ വചനത്തിന്റെ ആദ്യ ഭാഗത്ത് ആയിഷ റളിയല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്, സമ്പൂർണമായി നബി ഒരു മാസം മുഴുവനും നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത് റമദാനിലാണ്. എന്നാൽ കൂടുതൽ അത് കൂടാതെ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത് ശഅബാനിലുമാണ് എന്നാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല തദ്വിഷയകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഈ മാസത്തിൽ കൂടുതലായി നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതിന് കാരണമാകുന്നത് എന്ത്? അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് സൂചിപ്പിക്കപ്പെട്ടത് ഇപ്രകാരമാണ്: റജബ് മാസം, റമദാൻ മാസം, ഇവ രണ്ടിൻ്റെയും ഇടയിൽ സ്വാഭാവികമായും മനുഷ്യർ അശ്രദ്ധമായി പോകുന്നൊരു മാസമാണ് ശഅബാൻ. റജബിൽ യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് അക്രമങ്ങളും അനീതികളും അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. റമദാൻ മാസത്തിലാകട്ടെ വ്രതം നിയമമാക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഒരു തരത്തിലുമുള്ള അനിഷ്ടപരമായ കാര്യങ്ങളിൽ വ്യാപൃതമാകാൻ ജനം തയ്യാറാവുകയും ഇല്ല. ഇവ രണ്ടിൻ്റെയും ഇടയിൽ പെടുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. ഈ മാസമാകട്ടെ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസവുമാണ്. ആയതിനാൽ ഞാനൊരു നോമ്പുകാരനായിരിക്കെ എൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുലേക്ക് എത്തപ്പെടുന്നതിനെ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അതിന് മറുപടിയായി സൂചിപ്പിക്കുകയും ചെയ്യുകയുണ്ടായത്. അപ്പോൾ പ്രിയമുള്ളവരെ, വിശുദ്ധമായ റമദാൻ മാസത്തിനോട് അടുത്ത് നിൽക്കുന്ന ശഅബാൻ മാസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ മുന്നൊരുക്കം നമ്മളുടെയും മുന്നൊരുക്കമാകാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധ്യമായ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചും കൂടുതൽ സാലിഹാത്തുകളിൽ വ്യാപൃതമായും ഈ മാസത്തെയും ധന്യമാക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാൻ റമദാനിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗവാക്കുകളായി വിജയം വരിക്കുന്ന സൗഭാഗ്യശാലികളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.